എക്സർസൈസ് 3.3ലെ ക്വസ്റ്റ്യൻ 11, 12, 13 ഈ മൂന്നെണ്ണാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. 11ാമത്തെ ചോദ്യം cos 3π divided by 4 plus x minus cos 3π divided by 4 minus x equal to minus root 2 sin x. ഇതിനെ നമ്മൾ സോൾവ് ചെയ്താൽ നമുക്ക് മൈനസ് റൂട്ട് 2 സൈൻ എക്സ് കിട്ടണം. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിന് പ്രൂവ് ചെയ്യണം. ഇത് നമ്മൾ എടുത്തെഴുതി. ഇനി ഇത് ചെയ്യേണ്ടത് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ്. കോസ് എ മൈനസ് കോസ് ബി ഈക്വൽ ടു മൈനസ് 2 സൈൻ എ പ്ലസ് ബി ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ഡിവൈഡഡ് ബൈ 2. ഇത് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ഇവിടെ കോസ് എക്ക് പകരം നമ്മൾ 3π by 4 പ്ലസ് എക്സും കോസ് ബിക്ക് പകരം 3π by 4 മൈനസ് എക്സും ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഇക്വേഷനിലേക്ക് നമ്മൾ എയുടെയും ബിയുടെയും വിലകൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. മൈനസ് 2 സൈൻ 3π by 4 പ്ലസ് എക്സ് 3π by 4 മൈനസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ 2. ഇതാണ് ഈ 2 ഇൻറ്റു ഇതുപോലെ സൈൻ എ മൈനസ് ബി ബൈ 2 ചെയ്യണ്ടേ. അപ്പോൾ സൈൻ 3π by 4 പ്ലസ് എക്സ് മൈനസ് 3π by 4, ഇനി മൈനസ് വേണ്ട, 2 മൈനസ് കൂടി ഇവിടെ പ്ലസ് ആക്കിയിട്ട് പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഇനി പ്ലസ് എക്സും മൈനസ് എക്സും ക്യാൻസൽ ചെയ്യാം. അതുപോലെ 3π by 4 മൈനസ് 3π by 4 ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ളത് മൈനസ് 2 സൈൻ 3π പ്ലസ് 3π അല്ലേ, ഡിനോമിനേറ്റർ ഈക്വൽ ആണ്. അപ്പൊ മുകളിലുള്ള സംഖ്യകളെ കൂട്ടിയാൽ മതി. 6π ഡിവൈഡഡ് ബൈ ഈ 4ന്റെ അടുത്തേക്ക് 2 വരും, 4 ഇൻറ്റു 2. അതുപോലെ ഇവിടെ സൈൻ എക്സ് പ്ലസ് എക്സ് എന്നാണ് 2x ഡിവൈഡഡ് ബൈ 2. ഇനി ഈ 6നെയും 2നെയും സിംപ്ലിഫൈ ചെയ്താൽ അവിടെ 3π ആവും. ഇവിടെ 2ഉം ക്യാൻസൽ ചെയ്താൽ എക്സുമായി. അപ്പൊ ബാക്കി നമുക്ക് എന്ത് വന്നു? മൈനസ് 2 സൈൻ 3π ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു സൈൻ എക്സ് എന്ന് കിട്ടി. ഇനി 3π ഡിവൈഡഡ് ബൈ 4നെ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? മൈനസ് 2 സൈൻ പൈ മൈനസ് പൈ ബൈ 4 എന്ന് എഴുതാം. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ. 4 ഇൻറ്റു പൈ 4π മൈനസ് പൈ 3π ഡിവൈഡഡ് ബൈ 4 വരില്ലേ? ഇതിന്റെ മുമ്പത്തെ കണക്കുകൾ നോക്കുക. അപ്പൊ നമുക്ക് മൈനസ് 2 സൈൻ പൈ മൈനസ് പൈ ബൈ 4 ഇൻറ്റു സൈൻ എക്സ് എന്ന് കിട്ടി. ഇനി ഈ സൈൻ പൈ ബൈ 4ന്റെ വില 1 ബൈ റൂട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് സൈൻ പൈ ബൈ 4 എന്ന ഈ വിലക്ക് പകരം മൈനസ് 2 ഇൻറ്റു 1 ബൈ റൂട്ട് 2 ഇൻറ്റു സൈൻ എക്സ് എന്ന് എഴുതാം. ഇനി ഈ മൈനസ് 2നെ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് റൂട്ട് 2 ഇൻറ്റു മൈനസ് റൂട്ട് 2 എന്ന് എഴുതിക്കൂടെ? നമുക്ക് ഈ റൂട്ട് 2നെ ക്യാൻസൽ ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ്. മൈനസ് റൂട്ട് 2 ഇൻറ്റു മൈനസ് റൂട്ട് 2 എന്താ വരിക? മൈനസ് റൂട്ട് 2 ഇൻറ്റു മൈനസ് റൂട്ട് 2 എന്ന് പറഞ്ഞാല് വലിയൊരു സ്ക്വയറിൽ 2 ആളെയും കൂടി ഇട്ട് നോക്കൂ. അപ്പൊ എന്ത് വരും? മൈനസ് 4 ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇട്ടാൽ മൈനസ് 2 എന്ന് വരില്ലേ? ഓക്കെ, അപ്പൊ ഇതിനെങ്ങനെ എഴുതിയ? ഈ റൂട്ട് 2കളെ ക്യാൻസൽ ചെയ്യുക. ബാക്കി എന്താ വരുന്നത്? മൈനസ് റൂട്ട് 2 സൈൻ എക്സ്. അതായത് ക്വസ്റ്റ്യനിൽ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഇതായിരുന്നു. ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്താൽ മൈനസ് റൂട്ട് 2 സൈൻ എക്സ് കിട്ടുമെന്ന്. നമുക്കത് കിട്ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡില്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഇനി 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x. ഇത് ചെയ്താൽ നമുക്ക് സൈൻ 2x ഇൻറ്റു സൈൻ 10x ഉത്തരം കിട്ടണം. എന്നിട്ട് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ ആദ്യം എടുത്തെഴുതി. എന്നിട്ട് ഇത് നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ച എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നുള്ള ഫോമിലല്ലേ? സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x എന്നുള്ളത് എക്സ് മൈനസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ. അതിന് പകരം സൈൻ 6x പ്ലസ് സൈൻ 4x ഇൻറ്റു സൈൻ 6x മൈനസ് സൈൻ 4x എന്ന് എഴുതാം. അല്ലെങ്കിലോ സൈൻ എ പ്ലസ് സൈൻ ബി ഇൻറ്റു സൈൻ എ മൈനസ് സൈൻ ബി എന്ന ഫോമിലേക്ക് ഇതിനെ മാറ്റാം. അപ്പൊ സൈൻ എ പ്ലസ് സൈൻ ബിയുടെ വില നമുക്കറിയാം, അല്ലെങ്കിൽ അറിയണം.
2 sin a plus b divided by 2 into cos a minus b divided by 2. അതുപോലെ sin a minus sin b യുടെ വില 2 cos a plus b divided by 2 into sin a minus b divided by 2. ഇതിൽ sin a ആയിട്ട് എടുക്കുന്നത് 6x, sin b ആയിട്ട് എടുക്കുന്നത് 4xനെയാണ്. ഇനി ഈ ഇക്വേഷനിലേക്ക് നമ്മുടെ വിലകളെല്ലാം ഇട്ട് കൊടുക്കുകയാണ്. എക്ക് പകരം 6xന്, ബിക്ക് പകരം 4xന് ഇട്ടിട്ട് ചെയ്താൽ 2 ഇൻറ്റു സൈൻ 6x പ്ലസ് 4x ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് 6x മൈനസ് 4x ഡിവൈഡ് ബൈ 2 ഇൻറ്റു 2 കോസ് 6x പ്ലസ് 4x ഡിവൈഡ് ബൈ 2 ഇൻറ്റു സൈൻ 6x മൈനസ് 4x ഡിവൈഡ് ബൈ 2. ഇനി നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യാം. അതായത് 6ഉം 4ഉം 10, 10x ഡിവൈഡ് ബൈ 2 എന്തായി മാറും? 5x ആയി മാറും അല്ലെ. 2 സൈൻ 5x ഇൻറ്റു ഇവിടെ കോസ് 6ന് 4 പോയാൽ 2x, 2x ഡിവൈഡ് 2 എന്ന് പറഞ്ഞാൽ ആ രണ്ടുകളെ ക്യാൻസൽ ചെയ്താൽ ബാക്കി വെറും എന്താണ്? കോസ് എക്സ് ആയി മാറും. ഇൻറ്റു ഇവിടെയും 2 കോസ് 6x പ്ലസ് 4x ഇല്ലേ, 6ഉം 4ഉം 10x, 10xന്റെ പകുതി, അതായത് 2 കൊണ്ട് 10നെ ക്യാൻസൽ ചെയ്താൽ 5x ഇൻറ്റു ഇവിടെ 6x 4x പോയ 2x, 2നെ ഈ 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത x ആയി. അങ്ങനെ ഇവിടെ എന്ത് കിട്ടി? 2 സൈൻ 5x ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു 2 കോസ് 5x ഇൻറ്റു സൈൻ എക്സ്. ഇനി ഇവരെയൊക്കെ ഒരു ഭാഗത്തേക്ക് ഇതാ, അതായത് 2 ഇൻറ്റു എന്താണ്? സൈൻ 5x കോസ് 5x ഇൻറ്റു 2 ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. സൈൻ 2x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. ഇപ്പൊ നമുക്ക് ഉള്ളടുത്തുള്ളത് എന്താണ്? സൈൻ 5x അല്ലേ. അപ്പൊ അതിന് എന്ത് വരും? സൈൻ 2xന് പകരം നമുക്ക് എന്ത് ചെയ്താൽ സൈൻ 2 ഇൻറ്റു 5, അതായത് സൈൻ 10x വരും. ഇതിന്റെ ഇരട്ടി വരും 5x ആകുമ്പോൾ. ഈക്വൽ ടു 2 സൈൻ 5x ഇൻറ്റു കോസ് എക്സ്. ഓക്കെ, അപ്പോൾ സൈൻ 10x, ഈ 2 സൈൻ 5x ഇൻറ്റു കോസ് എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? സൈൻ 10x എഴുതാം. അതുപോലെ തന്നെ അടുത്തത് എന്താണ്? 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ്. 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സിന് പകരം സൈൻ 2x എഴുതിക്കൂടെ? അപ്പോൾ സൈൻ 10x ഇൻറ്റു സൈൻ 2x എന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കിട്ടും. ഇതന്നെയായിരുന്നു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഉണ്ടായിരുന്നത് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. സൈൻ 2x ഇൻറ്റു സൈൻ 10x. അപ്പൊ നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഉത്തരം സൈൻ 10x ഇൻറ്റു സൈൻ 2x. അതുകൊണ്ട് എന്ത് പറയാം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഇതിലെ 13ാമത്തെ ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യന്റെ പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. കോസ് സ്ക്വയർ 2x, ഇവിടെ സൈൻ സ്ക്വയർ 6x ഇരുന്നു. കോസ് സ്ക്വയർ 2x മൈനസ് കോസ് സ്ക്വയർ 6x ഈക്വൽ ടു സൈൻ സ്ക്വയർ 4x ഇൻറ്റു സൈൻ 8x. ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ എടുത്ത് എഴുതുക. കോസ് സ്ക്വയർ മൈനസ് 2x മൈനസ് കോസ് സ്ക്വയർ 6x ഈക്വൽ ടു സൈൻ 4x ഇൻറ്റു സൈൻ 8x. ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് ഈ ഉത്തരം കിട്ടണം. അതാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്. ഇത് 12ാമത്തെ ചോദ്യം ചെയ്തതുപോലെ തന്നെയാണ്. എക്സ് മൈനസ് വൈ പ്ലസ് ഇൻറ്റു എക്സ് പ്ലസ് വൈ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ, ഈ ഒരു ഏകദേശം ഒരു സാമ്യത തോന്നുന്നില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ കോസ് 2x മൈനസ് കോസ് 6x ഇൻറ്റു കോസ് 2x പ്ലസ് കോസ് 6x ചെയ്യാണ്. അതായത് എക്സിനും വൈക്കും പകരം നമ്മൾ 2xും 6x എടുക്കുന്നു. കോസ് എ പ്ലസ് കോസ് ബി ഈക്വൽ ടു 2 കോസ് എ പ്ലസ് ബി ബൈ 2 ഇൻറ്റു കോസ് എ മൈനസ് ബി ബൈ 2. അതുപോലെ കോസ് എ മൈനസ് കോസ് ബി ഈക്വൽ ടു മൈനസ് 2 സൈൻ എ പ്ലസ് ബി ഡിവൈഡ് ബൈ 2 ഇൻറ്റു സൈൻ എ മൈനസ് ബി ഡിവൈഡ് ബൈ 2. ഇനി ഇതിൽ എ 2x ബി 6x അല്ലേ? എ 2x ബി 6x. ഇനി വിലകൾ ഇട്ട് കൊടുത്താൽ 2 കോസ് എ പ്ലസ് ബിക്ക് പകരം 2x പ്ലസ് 6x ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് 2x മൈനസ് 6x ബൈ 2 ഇൻറ്റു ഈ മൈനസ് ഉള്ളതില്ലേ ഇതും കൂടി എഴുതണം. മൈനസ് 2 സൈൻ എ പ്ലസ് ബി മൈനസ് 2 സൈൻ 2x പ്ലസ് 6x ബൈ 2 ഇൻറ്റു സൈൻ 2x മൈനസ് 6x ബൈ 2. ഇനി ശ്രദ്ധിക്കുക,
ഇപ്പൊ നമുക്ക് ഇതുവരെ കിട്ടിയില്ലേ, ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാണ്. 6 2 8x അല്ലേ, 8xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4x ആയി മാറും. അപ്പൊ 2 cos 4x ഇൻറ്റു -6 2x. അപ്പൊ എന്ത് വരും? -4x വരും. ഈ -6 2 കുറക്കുക. -4xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ -2x വരും. അടുത്തത് 6xും 2xും കൂടി കൂട്ടിയ 8x. 8xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4x. അപ്പൊ -2 sin 4x ഇൻറ്റു -6x 2x പോയാൽ -4x. അതിനെ 2 കൊണ്ട് സിംപ്ലിഫൈ ചെയ്താൽ -2x ഇങ്ങനെ വരും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? 2 cos 4x ഇൻറ്റു -2x ഇൻറ്റു -2 sin 4x ഇൻറ്റു -2x. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഈ ആംഗിൾ 4x, ഈ 4x എന്നുള്ള ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ ഒരുമിച്ച് എഴുതുക. അപ്പൊ 2 cos 4x ഇൻറ്റു ഇവിടെ 2 sin 4x ഇൻറ്റു 2 cos 4x. അപ്പൊ ആരൊക്കെയാണ് നമ്മൾ ഒരുമിച്ച് എഴുതിയത്? ഇതാ 2 sin 4x ഉണ്ടല്ലോ, ഇവരെയും 2 cos 4xനെയും നമ്മൾ ഒരുമിച്ച് എഴുതി. ബാക്കിയുള്ളത് ആരൊക്കെയാണ്? sin 2x ഇൻറ്റു cos 2x. -2 sin 4x ഇൻറ്റു -2x ആയതുകൊണ്ടാണ് ഈ മൈനസ് സൈനുകൾ എന്തായത്? പ്ലസ് ആയി മാറിയത്. സൈൻ മൈനസ് തീറ്റ എന്താ വരിക? ഈക്വൽ ടു സൈൻ തീറ്റ വരും. ഇനി നമ്മൾ 12ാമത്തെ കണക്കിൽ ചെയ്ത പോലെ തന്നെ സൈൻ 2x എന്ന് പറഞ്ഞാല് 2 ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് ആണ്. ഇപ്പൊ നമുക്കിവിടെ കിട്ടിയത് എത്രയാണ്? സൈൻ 4x അല്ലേ. അപ്പൊ ഈ ആംഗിളിന്റെ ഇരട്ടി എടുക്കുക. സൈൻ ഇവിടെ 2 സൈൻ എക്സിന് പകരം എന്താണ്? സൈൻ 4x ആണ്. അപ്പോ ഇരട്ടി എടുക്കുക, 8x. സൈൻ 8x ഈക്വൽ ടു 2 സൈൻ 4x ഇൻറ്റു 2 കോസ് എക്സ് എന്ന് വരും. സൈൻ എക്സ് ഈക്വൽ ടു 2 സൈൻ 4x ഇൻറ്റു 2 കോസ് 4x എന്ന് വരും. അപ്പൊ നമുക്ക് ഈ റൈറ്റ് ഹാൻഡ് സൈഡിന് പകരം സൈൻ 8x എന്നിവിടെ എഴുതാം. അതുപോലെ സൈൻ 2x ഇൻറ്റു കോസ് 2x അത് എന്തിന് തുല്യമാണ്? സൈൻ 2xന് സൈൻ 2x ഈക്വൽ ടു സൈൻ 2 ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് അല്ലേ. അതിന് പകരം നമുക്ക് ഇവിടെ ഉള്ള എത്രയാണ്? സൈൻ 2x ഇൻറ്റു കോസ് 2x അല്ലേ. അപ്പൊ ഈ ആംഗിളിന്റെ ഇരട്ടി എടുക്കുക. രണ്ടിടത്തും 2xന്റെ ഇരട്ടി എടുത്താൽ സൈൻ 4x എന്ന് വരും. അപ്പൊ സൈൻ എക്സ് ഇൻറ്റു സൈൻ 4x ഇത് ആണ് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിട്ടിയത്. ഇതിന് എന്തിന് തുല്യമാണ്? റൈറ്റ് ഹാൻഡ് സൈഡിന് ഈക്വൽ ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇതാ സൈൻ 4x ഇൻറ്റു സൈൻ 8x ആണ് വന്നത്. നമുക്ക് എന്ത് പറയാം? therefore ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡ്.